ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഒരു വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ. പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ കണ്ണിമാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അരച്ചുകലക്കിയുണ്ട്. അരച്ചുകലക്കിയും ചുട്ട പപ്പടവും കൂടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ കൂടെ വേറൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ അരച്ചുകലക്കി. ഇത് പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അരച്ചുകലക്കി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പിയും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ അരച്ചുകലക്കിക്കായിട്ട് ഞാനിത് അവിടെ കുറച്ച് കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലെങ്കിൽ 5 എൻ്റെ ചെറുതാണ്. വലുതാണെങ്കിൽ നിങ്ങൾക്കൊരു 1-2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ. ഉപ്പിലിട്ട മാങ്ങയാണ് നമ്മൾ പാലക്കാടുകാരെ കണ്ണിമാങ്ങ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചുകലക്കി ഉണ്ടാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് കറിയായിട്ടാണ് ഉപയോഗിക്കുക. നമ്മൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 3 പച്ചമുളക്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടുതൽ ഇടാം. ഇത് കുറച്ച് എരിവുള്ള മുളകാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു 3 ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മുടെ ഈ കണ്ണിമാങ്ങ നമ്മുടെ കുരു കളഞ്ഞിട്ടൊരു 4 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റിനനുസരിച്ചാണ് അത് ഇടേണ്ടത്. ഇപ്പോൾ വലുതാണെങ്കിൽ ഒരു 1.5 പീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മതിയാവും. അപ്പോൾ തന്നെ ഒരു മീഡിയം സൈസിലുള്ള കണ്ണിമാങ്ങയാണെങ്കിൽ 2 ഇടാം നിങ്ങൾക്ക്. അപ്പോൾ ആ ടേസ്റ്റിനനുസരിച്ച്. ഇത് ഉപ്പിലിട്ട മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഉപ്പ് നല്ലോണം ഉണ്ടാവും. നമുക്ക് കുറച്ച് ഉപ്പേ അതുകൊണ്ട് ഇടുന്നുള്ളൂ ഞാൻ. ഇനി ഇതിലേക്ക് അരച്ചുകലക്കിക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലോണം തൈരാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈരല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് പുളിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി. എന്നിട്ട് നന്നായി അരച്ചെടുത്ത് വരാം. ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അരച്ചുകലക്കിയുടെ മുക്കാൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അരച്ചുകലക്കി എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് വാട്ടറി ആയിരിക്കും നമ്മുടെ അരച്ചുകലക്കി. അപ്പോൾ ഇതിന് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് കണ്ടോ. ഇനി കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ ഇത്തിരി ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടി അല്ലാത്ത രീതിയിലാണ്. ഇത് ഒഴിച്ച് കറിയായിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചുകലക്കി സാധാരണ ഉപയോഗിക്കുക. ചുട്ട പപ്പടം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വറുത്ത പപ്പടം ആയാലും കുഴപ്പമില്ല അരച്ചുകലക്കിയുടെ കൂടെ. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം ഇത് വറുത്തിടുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് പോയി വറുത്തിടാം എന്തൊക്കെയാണ് സാധനങ്ങളെന്ന്. അപ്പോഴേ ഫുൾ ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ വറുത്തിടാനായിട്ട് ഒരു കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ എണ്ണ വറുത്തിടണം കേട്ടോ, അപ്പോഴാണ് ആ ഫ്ലേവർ ഉണ്ടാവുള്ളൂ. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി അങ്ങോട്ട് പൊട്ടി വരുന്നുണ്ട്. നമ്മുടെ കടുക് പൊട്ടി വരുമ്പോൾ ഒരു 4-5 മണി കുറച്ചൊരു ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവയുടെ ഫ്ലേവർ ശരിക്ക് വരണം. പിന്നെ ഒരു 2 ചുവന്ന മുളക് പീസ് ചെയ്തതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ആയാലേ നമ്മുടെ അരച്ചുകലക്കി പൂർണ്ണമാവുള്ളൂ. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ അരച്ചുകലക്കിയുള്ള ഈ ചുവന്ന മുളകില്ലേ, അതിനെ നമുക്കൊന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മുടെ അരച്ചുകലക്കി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റും വെറൈറ്റിയുമായിട്ടുള്ള ഒരു അരച്ചുകലക്കിയായിരിക്കും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ അരച്ചുകലക്കിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്കിങ്ങനെ ആക്കി ഇളക്കി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിൽ വെള്ളം ചേർക്കാം, കൂട്ടിക്കഴിക്കണ പാകത്തിൽ. ഇതും ചോറും പപ്പടവും കൂടിയാണ് സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ പാലക്കാടുകാരുടെ സ്പെഷ്യൽ റെസിപ്പി, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.